ഹേ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മനസ്സിലൊരു കാര്യം വിചാരിച്ച് ഈ റീഡിംഗ് കേൾക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലോർക്കാം. ആൻഡ് എന്താണ് നിങ്ങൾക്കതിനുള്ള മെസ്സേജ് ഫ്രം ദി ഡിവൈൻ. ഓൾറൈറ്റ്, സോ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കൂ. അതെന്ത് ഫീലിങ്സ് ആണോ നിങ്ങൾക്ക് തരുന്നത്, എന്ത് എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് തരുന്നത്, അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്താണ് ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്? ഈ ഒരു കാര്യവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേർപ്പസ് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ഓർ നിങ്ങളോട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കാര്യം എന്താണോ നിങ്ങൾ പോകുന്നത്, അത് നിങ്ങൾ പോകുന്ന ഒരു ചലഞ്ച് ആണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ പോകുന്ന ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, നല്ലതും നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും, അത് നിങ്ങളോട് വലിയ രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ സോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് മെയിൻലി ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലൊരു ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവയർനെസ്, നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഓക്കെ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തിലേക്കാണോ നിങ്ങൾ നടന്നു പോകുന്നത്, അവിടെ നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചം കാണാൻ സാധിക്കും, ഒരു സൂര്യനെ പോലെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പിറകെ വെച്ചിട്ടായിരിക്കാം മുന്നോട്ട് നടന്ന് നീങ്ങേണ്ടതായിട്ടുള്ളത്, അല്ലെ? ചില കാര്യത്തിനോട് ആ ഒരു സെപ്പറേഷൻ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എവിടെയെങ്കിലുമൊക്കെ കാണിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം, അല്ലെ? സോ നിങ്ങൾ മുന്നോട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ വിട്ടുകളയുന്നതിനായിരിക്കണം, ചില സെപ്പറേഷൻ ആയിരിക്കാം, ഓർ ചില പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആ ഒരു ആഗ്രഹത്തിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. ഈ വഴി പോകണോ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകണോ? നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്, റീസെന്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഒന്നുകിൽ ഇമോഷണലി ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നതായിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെ? നിങ്ങളുടെ ഒരു ഡിസയർ, നിങ്ങളുടെ ഒരു തോട്ട്സ്, ചിന്തകൾ മാറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, ഐഡിയാസ് നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല, ഇത് എങ്ങോട്ടാ പോകുന്നത്, എവിടെ എത്തിച്ചേരും എന്നുള്ളത്, അല്ലെ? ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്തും ഇതേ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? ചില ഇമോഷണൽ സിറ്റുവേഷന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കാർമിക് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ എന്തോ ഒരു കാര്യം മാക്സിമം നിങ്ങൾ അനുഭവിച്ചു, അതിന്ന് ഇമോഷണൽ സെപ്പറേഷനിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ മേജർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം റിലേറ്റഡ് ആയിട്ട്. സോ ചില പ്ലേസിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, എല്ലാം നിങ്ങൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കാം. റൈറ്റ്, നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾക്ക് അവിടെ വെളിച്ചുണ്ടാവുന്നുണ്ട്. മുന്നോട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യും. ഓക്കെ, ഓർ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, അതിനൊരു പേർപ്പസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈവൻ നിങ്ങൾ സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും അതിനൊരു പേർപ്പസ് ഉണ്ട് നിങ്ങൾ മുന്നോട്ട് നടക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾ വഴി തെറ്റി പോകുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് ഉണ്ടാവുന്നുണ്ട്, ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ പോകുന്ന യാത്രയിൽ നിങ്ങൾ അങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ആ ഒരു വെളിച്ചം, ആ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും വെരി സൂൺ നിങ്ങൾ അതിലേക്ക് കണക്റ്റഡ് ആവും. ഓൾറൈറ്റ്, സോ മുന്നോട്ട് പോവുക. ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പേടിക്കുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഈ ഒരു സമയത്ത് സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, അത് ചില ആളുകൾക്ക് അത് സെപ്പറേഷൻ ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ വളരെ ഡീപ്പായിട്ട് അറിയേണ്ടത്? ഓൾറൈറ്റ്,
സോ ഈ ഒരു കാര്യം ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ ഒരു ടോക്സിസിറ്റി തരുന്ന ഒരു കാര്യമാണ്. ഈവൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ചിലത് ഈ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ, ഈ ഒരു ത്രെഡ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ആക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചില കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജേർണി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിന് നിങ്ങളെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചിലത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാത്ത് കുറെ കൂടെ ഈസി ആക്കാൻ സാധിക്കും, സ്പെഷ്യലി നിങ്ങൾ വളരെ ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ. ഓക്കെ, സി ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ലൈഫിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അത് എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്തു പോവണം നിങ്ങളുടെ നമുക്ക് ചില ആളുകളെ പറ്റിയിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കണം, അല്ലെ, ചില സിറ്റുവേഷൻ, ചില റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അത് മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ അറ്റാച്ച്ഡ് ആയി കിടക്കുന്നുണ്ടായിരിക്കണം പല റീസൺസിന്റെ പേരിൽ, അല്ലെ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടുന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാം, അത് അവിടെ ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വരാം. ചില പ്ലേസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഫിസിക്കലി നമുക്ക് ഓടി പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ പ്ലേസിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള തോട്ട്സിനാണ് കുറച്ചുകൂടി ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഓടിപ്പോവാൻ പറ്റാത്തത് ചില അറ്റാച്ച്മെന്റിന്റെ പേരിലായിരിക്കാം, കണക്ഷന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ എടുക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ അറ്റാച്ച്ഡ് ആക്കി വെക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കണക്ഷന്റെ പേരായിരിക്കാം, ചില ആളുകൾക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഓവർ കൺസിഡറേഷൻ ആയിരിക്കാം, അല്ലെ, ഒരുപാട് ചിന്തിക്കുന്നതായിരിക്കാം, ഓവർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കാം. സോ ഇതെന്താന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് മനസ്സിലാക്കി. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതല്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ അമിതമാവുന്ന സമയത്ത് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങള്, ചില ചിന്തകള്, ചില കണക്ഷൻസ്, ചില സിറ്റുവേഷൻസ് എവിടേക്കും ഒരു ടോക്സിസിറ്റി തരുന്നുണ്ട്, അല്ലെ. ഹെൽത്തി ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഫൈൻ. ഓക്കെ, സോ നിങ്ങൾ അതായിട്ട് മുന്നോട്ട് പോവാ. പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, ഒരു കൈൻഡ് ഓഫ് ട്രാപ്പിൽ വന്നതുപോലെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അങ്ങനെ ടൈപ്പ് ആയിട്ടാണ് നിങ്ങൾ ചില പ്രശ്നത്തിലെ ചില റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടുന്ന് മാറി നിൽക്കാൻ സാധിക്കണം. ഡിറ്റാച്ച്മെന്റ്, എസ്പെഷ്യലി നിങ്ങൾ ഇമോഷണലി മാറി നിൽക്കുന്നതാണ് ചില പ്ലേസിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഫിസിക്കലി മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇത്ര കാലം നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സെയിം കാര്യത്തിന് തന്നെ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ രീതിയിൽ നിങ്ങൾ അതേപോലെ നിങ്ങൾ ഇനി റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് ആ ഒരു ആളുകളോടാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയോടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ തോട്ട്സിനോടാണെന്നുണ്ടെങ്കിലും ഇത്ര കാലം നിങ്ങൾക്ക് ചില തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു തോട്ട്സിനോട്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് അറ്റൻഷൻ ആണ് ആ ഒരു തോട്ട്സിന് കൊടുക്കുന്നത്, അതിന്റെ ഒരു ഇന്റൻസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക ചില തോട്ട്സിലേക്ക്, ചില ഇമോഷൻസിനോട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, ഇമോഷണലി നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ആലോചിക്കും, അല്ലെ. ആ ഒരു ഇമോഷൻസിൽ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. സോ കഴിയുന്നതും നിങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങളാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണെന്നുണ്ട്. സോ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചില ഡിസയർ ഉണ്ടെങ്കിൽ, ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ചില ഡിസയർ ഉണ്ടെങ്കിൽ അത് ആളുകളുമായിട്ട് എന്നുള്ളതല്ല, ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറ്റി വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം, അല്ലെ. അത് ജെന്യുവൻലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാത്തതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ. നിങ്ങളുടെ ഒരു പേർപ്പസ്, നിങ്ങളുടെ ഒരു പാഷൻ, റൈറ്റ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ പോകുന്ന ഈ ഓരോ അവസ്ഥയും ആ ഒരു കാര്യത്തിലേക്ക് ഉള്ള ഒരു പാത്താണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങളാണ്. സോ മേ ബി ലൈക്ക് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ റോങ് ആയിട്ടുള്ള വഴിയിൽ കൂടിയാണോ പോകുന്നത്, നിങ്ങൾ ലേറ്റ് ആവുകയാണോ, അല്ലെങ്കിൽ കുറെ
സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. സ്പെഷ്യലി നിങ്ങൾക്ക് വലിയ പേർപ്പസ് ഒക്കെ ഉള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ വലിയ ഡ്രീംസ് ഒക്കെ ഉള്ള ആളുകളൊക്കെയാണ്, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ എക്സാക്ട്ലി അറിയില്ല എന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പോയി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ലാക്നെസ് എവിടേക്കോ തോന്നുന്നുണ്ട്, ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഒരു ക്രേവ് ഉണ്ടാവുക. ഓക്കെ, സോ ലാക്നെസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ട്, എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു ക്രേവ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോവാ. ഈ ഒരു സമയത്ത് ലൈഫിൽ കൂടെ പോകേണ്ട വഴിയിൽ കൂടിയൊക്കെ നിങ്ങൾ പോവാ. ആ ഒരു വഴിയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡെസ്റ്റിനി, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഡെസ്റ്റിനി, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ സെർച്ച് ചെയ്യുന്ന ഡെസ്റ്റിനി, പോകേണ്ടതായിട്ടുള്ള ഡെസ്റ്റിനി ഉണ്ടായിരിക്കാം അല്ലെ. അതിലേക്ക് എത്താൻ ഇങ്ങനത്തെ ചില ടാസ്കിലൂടെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട ആളുകളും ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അവിടെ നല്ലതും നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ചില അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം അല്ലെ, നമുക്ക് വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ. സോ ഇതിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആവാനും, അല്ലെങ്കിൽ ചില പ്രശ്നത്തിൽ നമ്മളൊരു സീരിയസ് ആയിട്ടൊരു പ്ലേസിലേക്ക് നമ്മൾ പോവാണ്, പക്ഷെ വഴി മധ്യേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചില ആളുകൾ അവിടെ ഒരുപാട് സ്പെൻഡ് ചെയ്യും അല്ലെ. വന്ന കാര്യം തന്നെ എന്തിനാ പോകുന്നതെന്ന് പോലും മറന്നുപോകും ആളുകൾ. അങ്ങനെയാണ് നമ്മുടെ സോൾ ജേർണി ചില സമയത്ത്. ഓക്കെ, സോ പലപ്പോഴും നമ്മൾ സ്റ്റക്ക് ആയി പോവും. നമ്മൾ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് എത്ര പ്രിയപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിലും പ്രയോറിറ്റി കൊടുക്കേണ്ടതാണോ, ഈ ഒരു ടൈമിൽ എത്ര പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ ചെയ്താൽ എനിക്ക് എന്താണ് നന്നായിട്ട് അതൊന്ന് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചില പ്ലേസിൽ ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങൾ ചില സിറ്റുവേഷൻ ഒരു പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനൊരു കംപ്ലീഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ട് ലൈഫിൽ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അങ്ങോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്ലേസിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ഉണ്ട്. ഓക്കെ, ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, ആ ഒരു ടൈമിൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ചില കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ്സിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതായത് ചില ആളുകൾക്ക് എഴുതാനുള്ള കഴിവായിരിക്കാം, വായിക്കാനുള്ള കഴിവായിരിക്കാം, ഓർ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ സോളിറ്റ്യൂഡ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും, നിങ്ങൾ മനഃപൂർവ്വം സോളിറ്റ്യൂഡ് എല്ലാത്തൊന്നും ഡിസ്കണക്ട് ആയിട്ട് പോയി നിൽക്കണം എന്നുള്ളതല്ല. ലൈഫ് അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ വളരെ സന്തോഷമായിട്ട് വേറെ വേറെ കാര്യത്തിലേക്ക് നിങ്ങളെ എൻഗേജ്ഡ് ആക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതെല്ലാം നിങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അത് പ്രോബബ്ലി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ ഇമോഷണലി വീക്ക് ആക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനെങ്കിലും അവിടുന്ന് സോളിറ്റ്യൂഡിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.